ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് അവിടെ ശ്രീകോവിലിനകത്തെ ശ്രീകോവിൽ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പടികളും കതകും എല്ലാം സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണെന്ന് മാറ്റി കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി, കളവ് നടത്തി, നഗ്നമായ കളവ് നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ ഭരണത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് ആ ദേവസ്വം ബോർഡ്, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകളെ ജയിലടച്ചപ്പോഴും ആ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായവരെ പടയിൽ നിന്ന് പുറത്താക്കാതെ എല്ലാ ഒത്താശയും ചെയ്ത് ഗവൺമെൻറ് കൊടുക്കുകയും ശബരിമല പോലെയുള്ള വിശുദ്ധമായ ഒരു ക്ഷേത്രത്തിൽ നടത്തിയ ഈ തീവ്രമായ ഈ വലിയ കൊള്ള കേരള ജനങ്ങൾ ഏറ്റെടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ട് ചെളി പുരണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൂടി ഇത്തരം കാര്യങ്ങൾ പെടുത്താമോ എന്ന ഉദ്ദേശത്തിൻ്റെ പേരിൽ ഏറ്റെടുത്ത ഒരു വിഷയമാണ് ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ വ്യക്തമായും ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് പൂർണ്ണ ഉത്തരവാദിത്വം നൽകി ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറും ചീഫ് എഞ്ചിനീയറും ദേവസ്വം തിരുവാഭരണ കമ്മീഷണറും കൂടി മാത്രം നടത്തിയാൽ മതി എന്ന ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് നടപ്പാക്കിയ ഒരു കാര്യം സുതാര്യമായി മറ്റ് ഭക്തന്മാരിൽ നിന്ന് ആരിൽ നിന്നും സ്വർണം വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫിനിക്സ് ഗ്രൂപ്പിന്റെ മാത്രം പണച്ചെലവിലാണ് സ്വർണ്ണക്കൊടിമരം പണിയേണ്ടത് എന്ന തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരുന്നുവെങ്കിലും ഏതെങ്കിലും ഭക്തൻ കൊടിമരവുമായി ബന്ധപ്പെട്ട് സ്വർണം നൽകുകയാണെങ്കിൽ 24 കാരറ്റ് സ്വർണം നൽകിയാൽ അത് സ്വീകരിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പയിൽ വെച്ച് 412 ഗ്രാം സ്വർണം 27 വ്യക്തികളുടെ കയ്യിൽ നിന്നും വാങ്ങി അന്ന് അവിടെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണറും അതുപോലെ അഡ്വക്കേറ്റ് കമ്മീഷണറായ ASP കുറുപ്പും ആ സ്വർണം അപ്പോൾ തന്നെ ശ്രീ സുരേഷ് കുറുപ്പ് പറഞ്ഞു, ഞാനാണ് വാജിവാഹനത്തിൽ ഒട്ടിച്ചതെന്ന് പറഞ്ഞു. വാജിവാഹനത്തിലും അതുപോലെ അഷ്ടദിക്പാലകരിലും ആ സ്വർണം ഉപയോഗിച്ചു. അത് വ്യക്തമായി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കണക്കാണ്. തിരുവാഭരണ കമ്മീഷൻ ഓഡിറ്റിംഗിൽ കൊടുത്തിരിക്കുന്ന കണക്കാണ്, പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കാണ്. ഇതിനെതിരെയാണ് പുതിയ ദേവസ്വം വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഓർഡർ ഇട്ടു. 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. 30 ദിവസം എന്നത് മാർച്ച് 10-ാം തീയതി അവസാനിക്കേണ്ടതാണ്. 26 ദിവസം 26-ാം തീയതി ആകുമ്പോൾ 46 ദിവസമായി. ഇപ്പോഴാണ് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തത്. അവിടെ ഞങ്ങൾ കൊടുത്ത കണക്കിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എല്ലാം സുതാര്യമായിരുന്നു. ഒരു രീതിയിൽ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. കോടതി ആ കേസ് എടുക്കേണ്ട എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിക്കളയുണ്ടായി. ഇവിടെ മനഃപൂർവ്വം ഞങ്ങളെപ്പോലെ കുറേ ആളുകളെ കക്ഷിയാക്കാൻ അല്ലെങ്കിൽ പ്രതിയാക്കാൻ അല്ലെങ്കിൽ പുകമറ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് ദേവസ്വം ബോർഡ് അധികാരികൾക്കും ഗവൺമെൻറ്റിനും അതുപോലെ വിജിലൻസ് കമ്മീഷണർക്കും കഴിഞ്ഞിട്ടുള്ളത് എന്ന ദയനീയമായ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഇതിനകത്തൊന്നുമില്ല, എല്ലാം സുതാര്യമാണ്, എല്ലാ കണക്കുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ, നിങ്ങളെല്ലാവരുമല്ല, ചില മാധ്യമങ്ങൾ വലിയ റിപ്പോർട്ടുകൾ കൊടുക്കുകയുണ്ടായി. ഞാൻ അന്ന് പറഞ്ഞു ഇതിനകത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് അന്വേഷിച്ച് വരുമ്പോൾ അഗ്നിശുദ്ധി വരുത്തി ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇന്ന് അഗ്നിശുദ്ധി വരുത്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇത്രയും കാലം ഉണ്ടാക്കിയ എൻ്റെ ഒരു മനോബത, ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കിയ മനോബത മാത്രമല്ല, ഈ വരുന്ന കാലഘട്ടങ്ങളിൽ 5 വർഷം എന്ന് പറയുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടേണ്ടതായ ഒരു രാഷ്ട്രീയത്തിൽ കിട്ടേണ്ടതായ ഒരു വലിയ അവസരം അത് നിഷേധിക്കാൻ ഇത് കാരണമായി എന്ന ഖേദകരമായ ഒരു കാര്യം കൂടി എൻ്റെ സ്നേഹിതരായ മാധ്യമപ്രവർത്തകർ അറിയിക്കുന്നു. അല്ലാതെ ഒരു നേട്ടവും ആർക്കും ഉണ്ടായില്ല. അനാവശ്യമായ ഒരു വെറുതെ വ്യായാമം മാത്രമാണ് ഉണ്ടായത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.